ഹലോ കൂട്ടുകാരെ, മിനിയുടെ എബ്രഹാം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? സ്റ്റിക്കി നോട്ട് ഉപയോഗിച്ച് ഒരു ക്യൂട്ട് ഡെസ്ക് ഓർഗനൈസർ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. സ്റ്റിക്കി നോട്ടിന് കനം കുറവായതിനാൽ നമ്മൾ 2 സ്റ്റിക്കി നോട്ടുകൾ തമ്മിൽ കൂട്ടി ഒട്ടിച്ചിട്ടാണ് അതിന് നല്ലൊരു സ്ട്രെങ്ത് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് രണ്ടോ ഇനിയിപ്പോൾ അത്ര ബലം പോരാ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ 3 സ്റ്റിക്കി നോട്ടുകൾ കൂട്ടി ഒട്ടിച്ചോ, അല്ലെങ്കിൽ ഉപയോഗം കഴിഞ്ഞ നോട്ട്ബുക്കുകളുടെ പേജ് ഒരു 3 കൂട്ടി ഒട്ടിച്ചിട്ടോ, അല്ലെങ്കിൽ A4 പേപ്പറുകൾ ഇതുപോലെ ഒട്ടിച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് നല്ല ബലമുള്ള പേപ്പർ ഉണ്ടാക്കിയെടുത്ത് ഇതുപോലത്തെ ഓർഗനൈസർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കിയെടുത്ത പേപ്പറിന്റെ 4 വശവും ഒരു സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യുക ആദ്യമായിട്ട്. എന്നിട്ട് നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്യുക. നമ്മൾ 15 സെന്റിമീറ്റർ നീളവും 15 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ സ്കെയിലിൻ്റെ വീതി 3 സെന്റിമീറ്റർ ആണ്. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ 4 വശം നമ്മൾ മടക്കുക നന്നായിട്ട്. അപ്പോൾ ആ മടക്കിലാണ് നമുക്ക് പിന്നെ ഒട്ടിക്കേണ്ടതൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ മടക്കി ഓക്കെ ആക്കുക. ഈ രീതിയിൽ ക്യൂട്ട് ഓർഗനൈസേഴ്സ് ഉണ്ടാക്കുമ്പോൾ അത് നിങ്ങളുടെ മേശയുടെ കളറിനൊക്കെ നല്ല മാച്ചായിട്ടും നിങ്ങളുടെ ചുമരിൻ്റെ കളറിന് മാച്ചായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് നല്ലൊരു ഭംഗി കിട്ടും. പേപ്പർ ക്ലിപ്പ്, ഇറേസർ പോലുള്ള ചെറു സാധനങ്ങൾ ഓർഗനൈസ് ചെയ്യാനായിട്ട് ഈ ഓർഗനൈസർ പെർഫെക്റ്റ് ആണ്. അതിനുശേഷം ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒട്ടിക്കുമ്പോൾ ഒട്ടിക്കുന്ന ഒരു സ്ക്വയറിൻ്റെ വെട്ടിയ ഭാഗങ്ങൾ അകവശത്തേക്കായിട്ട് ഒട്ടിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ നിങ്ങൾ ഒട്ടിക്കുന്നതിനും ആ സ്ക്വയറിനൊക്കെ കുറച്ച് കൂടുതൽ നീറ്റ്നെസ് കിട്ടും. ഇപ്പോൾ ബോക്സിൻ്റെ ഒരു സൈഡ് ഒട്ടിച്ചു, ഇനി ഇതുപോലെ തന്നെ അടുത്ത സൈഡ് ഒട്ടിക്കുക. നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഉൾവശത്തേക്കാണ് ആ ഒരു മടക്കുള്ള ഗ്ലൂ ഉള്ള ഭാഗം വെക്കേണ്ടത്. പുറത്തേക്ക് വെച്ചാലും പ്രശ്നമൊന്നുമില്ല, പക്ഷേ അകത്തേക്ക് വെക്കുമ്പോഴാണ് കൂടുതൽ നീറ്റായിട്ടിരിക്കുക. അത് കഴിയുമ്പോൾ അതിൻ്റെ 4 വശവും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ സ്ക്വയർ നല്ല നീറ്റായിട്ട് ഇങ്ങനെ കിട്ടും. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് 3 4 എത്ര തട്ട് വേണമെങ്കിൽ അതനുസരിച്ചിട്ടുള്ള സ്ക്വയറുകൾ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ 4 എണ്ണമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നീട് ഒരു കാർഡ്ബോർഡിൽ നിന്ന് 4 സ്ട്രിപ്പ് മുറിച്ചെടുക്കാം. ഞാനൊരു മിൽക്കൊക്കെ വാങ്ങിക്കുന്നതിൻ്റെ പെട്ടിയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് 28 സെൻറ്റിമീറ്റർ നീളവും പിന്നെ 3 സെൻറ്റിമീറ്റർ വീതിയും ഉള്ള സ്ട്രിപ്പുകളാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. കാർഡ്ബോർഡിൻ്റെ നീളം വീതിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിയാലും കുഴപ്പമില്ല. കൂടുതൽ തട്ടുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് നീളം വേണമെങ്കിൽ കുറച്ചും കൂടി കൂട്ടാം. പിന്നെ വീതി കൂടിയാലും അത് നല്ലൊരു സ്ട്രെങ്ത് കിട്ടും എന്നുള്ളതുകൊണ്ട് വീതി കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. മുറിച്ചെടുത്ത ഈ സ്ട്രിപ്പുകൾ ഒന്നിൻ്റെ മുകളിലായിട്ട് ഒട്ടിക്കുക. അപ്പം അങ്ങനെ 2 എണ്ണം ഒന്നിച്ചൊട്ടിക്കുക. 2 സ്ട്രിപ്പ് ഒന്നിച്ചും പിന്നെ വേറെ 2 സ്ട്രിപ്പ് ഒന്നിച്ചുമായിട്ട് ഒട്ടിക്കുക. അപ്പം ഇങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോൾ നല്ല സ്ട്രോങ് ആവും, നല്ല ബലം ഉണ്ടാവും. അപ്പം ഇതുപോലെ 2 സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കുക. ഈ സ്റ്റിക്കിനെ നമുക്ക് വൈറ്റ് പേപ്പർ വെച്ച് കവർ ചെയ്തെടുക്കാം. വൈറ്റ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് പേപ്പർ വെച്ചിട്ടും ഇതിനെ കവർ ചെയ്തെടുക്കാം. സ്റ്റിക്കിന് പകരമായിട്ട് ബാംബൂ സ്ക്യൂറിൻ്റെ സ്റ്റിക്കോ അല്ലെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്കോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. റൗണ്ട് ആയിട്ടുള്ള ബാംബൂ സ്ക്യൂറിൻ്റെ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ 2 3 4 ഒക്കെ കൂട്ടി ഒട്ടിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള വീതിയിലാക്കിയിട്ട് എടുത്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. വീതിയിലുള്ള സ്ക്യൂർ ആണെങ്കിൽ അത് സ്റ്റിക്കായിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ അങ്ങനെയുള്ളതും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. A4 പേപ്പറിന് ലെങ്ത് കുറവായതുകൊണ്ട് ഒരു ചെറിയ പീസും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഫുൾ കവർ ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 സ്റ്റിക്ക് പേപ്പർ കൊണ്ട് കവർ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് 4 ബോക്സുകളെ ഈ സ്റ്റിക്കുമ്മേ അറേഞ്ച് ചെയ്യാം. 2 അറ്റത്തുള്ളത് ആദ്യം അറേഞ്ച് ചെയ്തിട്ട് പിന്നെ ലെങ്ത്ത് ഏകദേശം ഒരേ ലെങ്ത് ആക്കിയിട്ട് ബാക്കി 2 ഒട്ടിക്കുന്നതാണ് എനിക്ക് കൂടുതൽ നല്ലതായിട്ട് തോന്നിയത്. ഒരു സൈഡിൽ സ്റ്റിക്കുമ്മേ ഈ 4 ബോക്സസ് അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ അടുത്ത സ്റ്റിക്കും ഇതുമ്മേ കണക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ 2 അറ്റവും ആദ്യം ചെയ്തിട്ട് പിന്നെ 2 അറ്റം ഇടയിലുള്ളത് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഇപ്പം 4 തട്ടുള്ള നമ്മുടെ ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഡെസ്കുമ്മേ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് നല്ലൊരു ഓർഗനൈസറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം.
ഐസ്ക്രീം സ്റ്റിക്കാണ് ഇതിന് കണക്ട് ചെയ്യാൻ, ഈ ബോക്സസിനെ കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ സ്മോളും ക്യൂട്ടും ആയിട്ടുള്ള നല്ലൊരു ഓർഗനൈസറാണ്. ഇത് കുറച്ച് വലിപ്പം കൂടിയ ഒരു ഓർഗനൈസറാണ്. ഈ ഓർഗനൈസർ ഉണ്ടാക്കാനായിട്ട് 3 പേപ്പറുകളെ കൂട്ടിയൊട്ടിച്ചിട്ടാണ് പേപ്പർ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് ബാംബു സ്ക്യൂറാണ് കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. വലിപ്പമുള്ളതുകൊണ്ട് ഒരു സൈഡിൽ 2 സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.